6000 കിലോമീറ്റർ ഒരു ഭൂകമ്പം ലോകത്തിൽ ഉണ്ടാകാൻ പോവുക. സ്വോത്രം. ഈ അമേരിക്കയെ ദൈവം ന്യായം വിധിക്കാതിരിക്കത്തില്ല. വീരന്മാർ പട്ടുപോയത് എങ്ങനെ? എണ്ണവില ഡോളറിൽ നിന്ന് മാറ്റി ക്രിപ്റ്റോ കറൻസിയിൽ കൊണ്ടുവരണം. ഇന്ന് ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവും കൂട്ടരും നിലവിളിക്കാൻ തുടങ്ങുക. എലോൺ മസ്ക്, മോഡി സാറും ബെഞ്ചമിൻ നെതന്യാഹു അവരൊരുമിക്കുമ്പോൾ ഒരു മൈക്രോചിപ്പും 3-ാം ലോകമഹായുദ്ധം വരാറാ. ബാക്കി പ്രസംഗം നിങ്ങൾ ക്ലിയർ കേൾക്കണം. ഇരമ്യാ പ്രവചനം 22-ാം അധ്യായം 21-22 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ചയച്ചിട്ട് ഇരമ്യാ പ്രവചനം. ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. അടുത്ത വാക്ക്. എന്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. അത് കറക്റ്റ് അല്ലയോ? പണ്ട് കഴുതി അന്വേഷിച്ച് പോയവനെ ഇസ്രായേലിന്റെ രാജാവാക്കിയില്ലോ. മനസ്സിലാകുന്നവർക്കായി. ശൗല് അവൻ വാർത്ത വല്ലതും കേട്ടോ? അവൻ്റെ പരിപാടി ദാവീദിനെതിരെ കുന്തൂറിയൊക്കെ ആയിരുന്നു. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ഇന്ന് രാത്രി ആദ്യത്തെ രാജാവ് ശൗലിൻ്റെ ഒരു പ്രിയ മകനുണ്ടായിരുന്നു, യോനാഥാൻ. എല്ലാവരും പ്രശ്നം കേട്ടാട്ടെ. യോനാഥാൻ അപ്പൻ്റെ പാരമ്പര്യത്തിൽ നിന്നു. അവസാനം അവൻ എവിടെ പോയി? ഗിൽബോറ പർവ്വത നിരയിലേക്ക് പോയി. സ്വോത്രം. ആ കൊച്ച് നല്ല കൊച്ചായിരുന്നു. പക്ഷേ അപ്പൻ്റെ പാരമ്പര്യത്തിൽ കടിച്ചു തൂങ്ങിയപ്പോൾ ദാവീദിനെതിരെ പോസ്റ്റ് ഇട്ട്, ഫേസ്ബുക്കിനകത്തും വാട്സപ്പിനകത്തും പോസ്റ്റ് ഇട്ട് പാവപ്പെട്ട യോനാഥാനെ ശത്രുപക്ഷം തകർത്തു. അവസാനം ശൗല് വിചാരിച്ചു, സ്വോത്രം, ഇനി ഞാൻ നിന്നിട്ട് കാര്യമില്ല. കയ്യിലിരിക്കുന്ന പോസ്റ്റ് ഇട്ട കുന്തം എടുത്തു വെച്ചവൻ നെഞ്ചത്ത് ഒറ്റക്കുത്ത്. കണ്ടോ? ബൈബിളിലൊരു വാക്കുണ്ട്, വീരന്മാർ പട്ടുപോയത് എങ്ങനെ? കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. ബന്ധിക്കോസാരെല്ലാം കേൾക്കണം. വീടും തന്ന്, കാറും തന്ന്, കമ്പ്യൂട്ടറും തന്ന്, നല്ല പൈസയും തന്ന് നീ ദൈവ വഴി വിട്ട് നാട്ടുകാർക്ക് പോസ്റ്റ് ഇടാനും ഫേസ്ബുക്ക് അടിക്കാനും ഒക്കെ നീ പോക്കോ. അവസാനം പോസ്റ്റ് ഇടുന്ന നിന്നെ 11 kV കയറ്റും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. അതാ പറഞ്ഞത്, മനസ്സിലാകുന്നവർക്കായി. ദാവീദ് കുറച്ച് പ്രാവശ്യം, നമ്മളും അത്ര സിൻസിയറല്ല. ദാവീദ് പറഞ്ഞ്, കർത്താവേ 10 ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുക, ഒരെണ്ണം മറിച്ചിടട്ടു എന്ന്. സ്വർഗം പറഞ്ഞ് വേണ്ട, ഫൈനൽ ഞാൻ കാണിക്കാമെന്ന്. സ്വോത്രം. അതുകൊണ്ട് നീ ഇട്ടുകൊണ്ടിരി. സ്വോത്രം. സത്യവചനം അറിയാതെ ഫേസ്ബുക്ക് ഇട്ടുകൊണ്ടിരി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതാ ഒന്നാമത്തെ. നിൻ്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു. ഇസ്രായേൽ, നീ എൻ്റെ വാക്ക് കേൾക്കത്തില്ല. രണ്ടാമത്, വേറൊരുത്തനെ കൊണ്ടുവന്ന ദാവീദ് രാജാവ് നല്ല കാട്ടിനകത്ത് കരമടിച്ച് അന്യഭാഷയൊക്കെ പറഞ്ഞ് നല്ല ആരാധിച്ചവനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി. ഇപ്പോൾ 6-ാമട സെൻട്രലും ഇല്ല, കുമ്പനാട് കൺവെൻഷനിലോ സഭയിലും വരത്തില്ല. സ്വോത്രം. നല്ലൊരു വീടും കിട്ടി, കിയ കാർണിവലിൻ്റെ കാറും കിട്ടി, സാംസങ്ങിൻ്റെ മൊബൈലും കിട്ടി. വെള്ളറയിരുന്ന് കറക്കോടെ കറക്കാം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാർത്തുന്നു. കറക്കുന്ന സകല അച്ഛന്മാരെയും കറക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ഇവൻ്റെ മൊബൈൽ 60 ക്യാമറയായിരുന്നു. ദൂരത്തുള്ള ഊര്യാവിൻ്റെ ഭാര്യയെ കിട്ടി. സ്വോത്രം. പെട്ടിയാട്ടോ വിട്ട് അവളെ ഇഞ്ഞ് കൊണ്ടുവന്നു. സ്വോത്രം. അന്ന് രാത്രി കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി. സ്വോത്രം. കാര്യം കൈവിട്ടു പോയപ്പോഴാണ് ഈ ദാവീദിനൊരു ഓർമ്മ വന്ന് പഴയ സങ്കീർത്തന. സ്വോത്രം. യഹോവ എൻ്റെ ഇടയനാകുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. സ്വോത്രം. അപ്പോൾ ഇനി രക്ഷപ്പെടണ്ടേ? ഞങ്ങൾ പറയുന്നല്ലോ, കുഴി ചാടിയില്ല, എങ്ങനെയെങ്കിലും നൂരണ്ടേ. സ്വോത്രം. അതിനുവേണ്ടി എന്തോ ഇത് ഊര്യാവിനെ വിളിച്ചു. ഊര്യാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യാ നീ ഇങ്ങ വന്നാർക്ക് നമ്മ ഗസ്റ്റ് ഹൗസ് ഇരിക്ക്, നീ ഒന്ന് മനയുവായി ഇങ്ങ പാക്കത്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് കൊട്ടാരത്തിൽ, നീ ഭാര്യയായിട്ട് ഇവിടെ കഴിഞ്ഞു, അൽപകാമം കുഴിമന്തി എല്ലാം തരാമെന്ന്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഊര്യാവ് ദാവീദിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പൊന്ന് രാജാവ്, എൻ്റെ ജനം പാളയത്തിനകത്ത് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഭാര്യയായിട്ട് ചായ്ക്കാനോ കിട്ടത്തില്ല. ആദ്യത്തെ കൊട്ടേഷനായി സ്തംഭനൻ ഷാജി ഓംപ്രകാശും ഒന്നുമല്ല. സ്വോത്രം. ദാവീദ് ഊര്യാവിനെയും കൈകാര്യം ചെയ്തു. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈരാലുമൂട് ചർച്ച, ഒരു ഉപവാസ പ്രാർത്ഥന 21 days. ദാവീദ് വിചാരിച്ച് ഇതോടുകൂടി രക്ഷപ്പെടും. കിയാ കാർണിവളെല്ലാം മാറ്റി മാരുതി 800 ദിവസവും ചർച്ച വരിക, ആരോടും പറയാതെ കൈയടിക്കുക. അന്ത നാൾക്കളിൽ 2021 2021 അരുമயான ഒരു ഊഴിയക്കാരൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് അവർ താൻ നാദാൻ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ക്ലിയർ ആകുന്നവർക്കായി സ്വോത്രം. 2021 നാദാനം. രാവിലെ ശനിയാഴ്ച ഒരു ഇടിപെട്ട് പ്രസംഗം. അപ്പോഴേ ദാവീദ് വിചാരിച്ച് എൻ്റെ പാപമല്ല ഇതോട് തീരും. സ്വോത്രം. വൈകിട്ട് കർത്താവിൻ്റെ വരവിനെ പറ്റി ഒരു പ്രസംഗവും കൂടെ. 21-ാം തീയതി ഞായറാഴ്ച തീരുക. ജോസ് പാസ്റ്ററോട് പറഞ്ഞ് സങ്കീർത്തനൊന്നും വായിക്കേണ്ട, നാദാനം എടുത്ത് മൈക്ക്. സ്വോത്രം. അന്ന് ആദ്യമായിട്ട് ദാവീദ് സാക്ഷി പറഞ്ഞ്, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ. സ്വോത്രം. യോഗം മുടിവാന് ജോസ് പാസ്റ്റർ ആർക്കിട്ട് കേട്ട് നാദാന് കേട്ട്, അയ്യാ ഇങ്ങ സാപ്പാടെല്ലാം സാപ്പിട്ടിരിക്കരുത്, ഞാൻ പാറശാല കൊണ്ട് വണ്ടി കയറ്റി വിടാം. ഉടനെ ദാവീദ് പറഞ്ഞ്, നെവർ നെവർ, വേണ്ട, இந்த அருமையான ஊழிக்காரர் என் வண்டி കയറുത്, എൻ വീട്ടുക്കുള്ളേ പോവാതെ. സ്വോത്രം. ദാവീദ് വിചാരിച്ച് അവിടെ ചെന്നിട്ട് നല്ല പാട്ടൊക്കെ പാടി, നാനും എൻ വീടും എൻ വീട്ടാരെന്നെ ഈ വരും നല്ല പാട്ടിനാ
കൊണ്ടുപോയത്. സ്വോത്രം. നാഥാൻ ആരാ? സൂപ്പറാ. അവിടെ ചെന്നുടനെ നാഥാൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യാ ഒക്കാരെങ്കിൽ ഇങ്ങ ടീയെ സാപ്പെടുത്ത്. സ്വോത്രം. ഞാൻ ഈ തമിഴ് ഇപ്പോൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ശോഭൻദാസ് പാസ്റ്റർ ശ്രദ്ധിക്കണം. സ്വോത്രം. കേരളത്തിലെ പെന്തിക്കോസുകാരെ വിശ്വസിക്കാനേ പറ്റത്തില്ല, മനസ്സിലാകുന്നവർക്കായി. എപ്പോഴാ പാലം വലിക്കുന്നതെന്ന് അറിയത്തില്ല. அதுக்கு நான் இந்த நாட்களிலே உலகத்தின் முடிவும் கடைசி கால செய்திகளும் அருமையான மொழிகளை பேசுகிறது. சோத்திரம். അവിടെ ഇപ്പോൾ പിടിച്ച് നിൽക്കുക. കുമരി മാവട്ടം இந்த നാட்களிൽ തിരുനെൽവേലി മാവട്ടം. അതിനായി സ്വോത്രം. ഇത് മറക്കാതിരിക്കാനാണ് ഇവിടെ പറയുന്നത്. അങ്ങോട്ട് പോയാൽ പറഞ്ഞാൽ ഏക്കത്തില്ല. വെള്ളറക്കാർക്കെല്ലാം കുറച്ച് മനസ്സിലാവും. അതൊക്കെ താൻ തമിഴ് പേസുകരുത്. നാദാൻ വന്ന് ടീയെ കേട്ട് ഉടനെ മധുരമില്ലാത്തൊരു ചായ ജോസ് പാസ് എന്നുള്ളത് തന്ന് നാദാൻ പറഞ്ഞു, അയ്യാ കൊഞ്ചം ഒക്കാരെങ്കിൽ ഒരു ചെറിയ കഥ, ചിന്ന കഥ പേസുകരുത്. അപ്പോൾ ദാവീദ് പറഞ്ഞ്, ഓക്കെ ഞങ്ങൾ ഫ്രഷായിട്ട് നല്ല മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നാദാൻ ഒരു കഥ പറഞ്ഞു. സ്വോത്രം. ഒരു പട്ടണത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ ഒരു ധനവാനും ദരിദ്രനും. ധനവാൻ ആടുമാടുകളും സകല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ദരിദ്രൻ ഒരു പാവപ്പെട്ട ഒരു ആടയുള്ളായിരുന്നു. അതിൻ്റെ പാല് കറന്ന് കുഞ്ഞുങ്ങളുടെ മടിയിലിരുന്ന പാല് വിറ്റ് കാശ് മേടിച്ച് ഉപജീവനം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധനവാന്റെ വീട്ടിനകത്തൊരു വിസിറ്റർ വന്നപ്പോൾ പാവപ്പെട്ട സ്വോത്രം ദരിദ്രൻ്റെ വീട്ടിൻ്റെ ആട്ടിനെ പോയി കട്ട് ചെയ്ത് മട്ടൻ കറി ഉണ്ടാക്കി. സ്വോത്രം. ആടിൻ്റെ കൂടെ കരമടിച്ച് ഹല്ലേലൂയ പാടിയ സ്വോത്രം. ഓ ദാവീദ് ഒറ്റ എഴുന്നേൽപ്പ്. നാദാനോട് ചോദിച്ചു, ആരോ? ആ നീചനായ അമ്മയ്ക്ക്. സ്വോത്രം. ഞങ്ങളായിരുന്നേ പറഞ്ഞേനെ LDF എല്ലാം ശരിയാകും, അച്ചായിരിക്കാൻ പറഞ്ഞാണ്. സ്വോത്രം. ആരും അറിയത്തില്ല. സ്വോത്രം. ആ സമയത്ത് നാദാൻ സന്തോഷത്തോടെ പറഞ്ഞു, ദാവീദ് ആ പാപം ചെയ്ത വ്യക്തി നീയാ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ഇത് അരുമയാണ് പ്രവാചകൻ. പ്രവാചകൻ വരുന്ന വീട് കിട്ടാനും കാറ് കിട്ടാനല്ല. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകരുമ്പോൾ മടക്കി അവനെ കൊണ്ടുവന്ന് വീണ്ടും നിത്യതയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന ശക്തരായ നാദാനെ പോലെയുള്ള പ്രവാചകന്മാർ നമ്മുടെ ഇടയിൽ എഴുന്നേൽക്കട്ടെ. സ്വോത്രം. നാദാൻ ആരോടും പറഞ്ഞില്ല. ഞങ്ങളുടെ പ്രവാചകന്മാരാണെങ്കിൽ ഫേസ്ബുക്കിലൊന്നും പോസ്റ്റ് ഇട്ടില്ല. അവൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്നൊരു സങ്കീർത്തനം എഴുതി 51. സ്വർഗത്തോട് നിലവിളിച്ചു മുഴങ്കാലിൽ ദാവീദ് പാടിയതാ, അങ്ങയുടെ ബഹുത്വത്തിൻ കരുണയിൻ പ്രകാരം എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. അങ്ങയുടെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് വെട്ടരുത്. മനസ്സിലാകുന്നവർക്കായി പച്ചക്ക് IPC-കാരോടും പറയാം. ഞങ്ങളുടെ നേതാക്കളെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, പാസ്റ്ററെ വല്ലതും പറയുമെന്ന്. സ്വോത്രം. ഞാൻ പറയും, അവസാനം പറഞ്ഞിട്ട് എന്നെ ഒതുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വോത്രം. അതുകൊണ്ട് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭക്കാരോടും പറയാം, നല്ല നിത്യതയ്ക്ക് നയിച്ച ജനത്തെ മടക്കി വരുത്തുന്ന പ്രവാചകന്മാർ നമ്മുടെ സഭകളിൽ എഴുന്നേൽക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ എഴുന്നേൽക്കട്ടെ. അതുകൊണ്ട് നിൻ്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് അരുളി എൻ്റെ വാക്ക് കേൾക്കുകയില്ലെന്ന് നിൻ്റെ പഴയ അനുഭവം. അതാ ഞാൻ ശൗലിനെ ആരെ വരച്ചു കാട്ടി, ദാവീദിനെയും വരച്ചു കാട്ടി. അടുത്തത് വായിച്ചിട്ട് മോൾ അടുത്ത വാക്ക്, നിന്നെ മേയ്ക്കുന്നവരെയൊക്കെയും കൊടുങ്കാറ്റ് മേയ്ക്കും. ഇതാ നമ്മുടെ പ്രസംഗം. ഇന്ന് 5 രാഷ്ട്രങ്ങൾ, എല്ലാവരും കേട്ടോണം, ഇത് കറക്റ്റ് ആയിരിക്കണം. 5 രാഷ്ട്രങ്ങൾ ഇസ്രയേലിൻ്റെ കൂടെയുണ്ട്. അമേരിക്കയുണ്ട്, കാനഡയുണ്ട്, ഫ്രാൻസുണ്ട്, ബ്രിട്ടനുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. കൊടുങ്കാറ്റ് അസാമ്പത്തിക മാന്യം. ഇവിടെ ചെറുപ്പക്കാരും അമ്മച്ചിമാർക്ക് ചിലപ്പം പ്രായം ചെന്നവർക്കൊരു ബുദ്ധിമുട്ട് കാണും. എല്ലാവരും കേൾക്കണം, നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. അതിനാസ്പദമായി ഇന്ന് ഈ രാജ്യങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ഡോളറാണ്. എല്ലാവരും കേട്ടോണേ. കഴിഞ്ഞ ദിവസം റഷ്യയിൽ ഒരു ഉച്ചകോടി നടന്നു, ബ്രിക്സ് ഉച്ചകോടി. 37 രാജ്യങ്ങളാണ് ബ്രിക്സിൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറും ഉണ്ടായിരുന്നു. സ്വോത്രം. എന്നിട്ട് അടുത്ത കാര്യം, അന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനയുടെ ഷീ ജിൻപിങ്, കൊറിയയുടെ കിങ് ജോങ് കരം കൊടുത്തിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ എണ്ണവില ഡോളറിൽ നിന്ന് മാറ്റി ക്രിപ്റ്റോ കറൻസിയിൽ കൊണ്ടുവരണം. മനസ്സിലാകുന്നവർക്കായി. ആ കറൻസി ആ 2009 ഇറങ്ങിയ ബീറ്റ് കോയിൻ, ആ 4250 രൂപ എന്ന ആ കറൻസി ഇന്ന് വെള്ളറുടെ കിട്ടും ഒരു നമ്പർ $90,000. മനോരമയെ കാണുക, സാത്താൻ്റെ കറൻസി. ബൈബിൾ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടും. അങ്ങനെയെങ്കിൽ അമേരിക്ക കരയും. കരയാൻ എന്താ കാര്യം? അമേരിക്ക നല്ലൊരു സുവിശേഷകനുണ്ടായിരുന്നു, ബില്ലി ഗ്രഹാം. കേൾക്കണം. അദ്ദേഹം അമേരിക്കയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം സോദോമിനെയും ഗോമറയും ന്യായവിധി നടത്തിയെങ്കിൽ ഈ അമേരിക്കയെ ദൈവം ന്യായം വിധിക്കാതിരിക്കത്തില്ല. അത്രയും വലിയ പ്രശ്നമാണ് അമേരിക്കയിൽ. 70 ലക്ഷം കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്ത് കൊന്നുകളഞ്ഞത്. കാനഡയിൽ നിന്ന് ഗർഭം ധരിക്കുന്ന പെൺകൊച്ചുങ്ങൾ മതിൽ ചാടി അമേരിക്കയിൽ ചെന്ന് കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുക. അമേരിക്കയിൽ എൻ്റെ പ്രസംഗം കേൾക്കുന്ന ചെറുപ്പക്കാർ പറഞ്ഞു, പാസ്റ്ററേ ഇത് സോദോമിനേക്കാളും വലിയ പാപ. അങ്ങനെയെങ്കിൽ കർത്താവ് പോയി സോദോമിലും ഗോമറയിലും മാപ്പ് പറയും, ഞാൻ തെറ്റ് ചെയ്തത് തെറ്റെന്ന്. അങ്ങനെ മാപ്പ് പറയുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ട് ആ ബില്ലി ഗ്രഹാം പറഞ്ഞു, അമേരിക്കയെ ദൈവം ന്യായം വിധിക്കും. കരമുയർത്തുന്നവർക്കായി സ്തോത്രം. ഇന്ന് രാത്രി
ആണ്ട് നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. അടുത്തത് നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. ഇന്ന് പ്രൈസ് ദി ലോർഡ് കൊടുക്കുന്നവർ എല്ലാവരും ഈ വാക്യം കുഞ്ഞു വായിക്കുന്നത് കേട്ടോണം. ഇന്ന് 5 രാജ്യങ്ങളാണ്: അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ, ഈ കാനഡ, ഓസ്ട്രേലിയ. ഇവരൊക്കെ പൈസ കുറഞ്ഞാൽ പ്രവാസത്തിലേക്ക് പോകും. മലയാളം നമ്മുടെ ജോസ് പാസ്റ്റർ കിളിയൂരിൽ പോകും. ആ സമയത്ത് സൗദിക്കാരൊരു പയ്യനുണ്ടായിരുന്നു, അവൻ അവിടെ ഐസ്ക്രീം കടയായിരുന്നു. ഒരു വർഷത്തിലിടയ്ക്ക് അവൻ വെക്കേഷൻ വരും. കിളിയൂരിൽ ഞാൻ എല്ലാവരെയും കാണും, പ്രൈസിലോടും കൊടുക്കും. ജോസ് പാസ്റ്ററും ബൈക്ക് എടുത്തിട്ട് വയ്ക്കും, ബ്രദറെ എന്ന് വന്ന് എത്ര ദിവസം ലീവുണ്ട്? അപ്പം പറയും 30 ദിവസമുണ്ട് പാസ്റ്ററെ, ഞാൻ തിരിച്ചു പോകും. ഒരു സുപ്രഭാതി അവൻ കിളിയൂർ വന്ന് ഒരു പച്ചക്കറി കട തുടങ്ങി, പ്രവാസി പച്ചക്കറി കട. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഒരു ഇലക്ട്രിക് ആട്ടോ കൊടുത്ത് പ്രവാസി ആട്ടോ. 1 മാസം കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചു പോകുന്നില്ല. ഉടനെ ജോസ് പാസ്റ്റർ ചോദിച്ചു, ബ്രദറെ വന്നിട്ട് 1 മാസമായല്ലോ. പുള്ളി പറയും, പാസ്റ്റർ കണ്ടില്ലേ എൻ്റെ തട്ടുകട പ്രവാസി പച്ചക്കറി, ആട്ടോ പ്രവാസി, ഐസ്ക്രീം കട അറബി മേടിച്ച് എന്നെ വണ്ടി കയറ്റിയെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഈ പള്ളിക്ക് ഈ മണി മതി, ഇത്രയൊക്കെ മനസ്സിലാക്കിക്കോ സ്വോത്രം. അതിൻ്റെ അർത്ഥം നിൻ്റെ കൂട്ടുകാരെല്ലാം നിന്നെ വിട്ടു പോകും. അടുത്തത് കേട്ടോ, മോളെ ആ വാക്യം ഞാൻ പറയുമ്പോൾ ഈ വാക്കെല്ലാവരും കണ്ടോണം. ഇതാണ് നമ്മുടെ പ്രസംഗം. അമേരിക്കയിലൊരു പ്രസിഡന്റ് വന്നായിരുന്നു, ബരാക് ഒബാമ. കേട്ടോണേ, ബരാക് ഒബാമ ഇറങ്ങിപ്പോയപ്പോൾ ദൈവദാസന്മാർ ക്ലിയർ മനസ്സിലാക്കണം, ഇതൊന്നും ആരും പറയത്തില്ല. ബരാക് ഒബാമ ഇറങ്ങിപ്പോയപ്പോൾ ഒരു കാര്യം അവൻ ചെയ്തിട്ട് പോയി. യെറൂശലേം ഇസ്ലാം മതവിശ്വാസികൾക്ക് കൊടുക്കണമെന്ന് ഒരു പ്രമേയം എഴുതി വെച്ചിട്ട് പോയി ശോഭൻ ദാസ് പാസ്റ്റർ. ഇതാ കിടക്കുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ഈ പ്രമേയം ചർച്ചയ്ക്ക് വരത്തില്ല. UN രക്ഷാസമിതി 5 അംഗങ്ങളാണ് വോട്ടവകാശമുള്ളത്. 1 അമേരിക്ക, 2 ഫ്രാൻസ്, 3 ബ്രിട്ടൻ, ബാക്കി 2 റഷ്യയും ചൈന, അത് പലസ്തീൻ്റെ കൂടെ. യവന്മാരിത് കൊണ്ടുവരുമ്പോൾ 3 പേര് കൈ ഉയർത്തും, വീറ്റോ. അങ്ങനെയെങ്കിൽ കള്ളിമൂട് മനസ്സിലാക്കണം, താമസമിനോ അമേരിക്കയോ ബ്രിട്ടനോ ഫ്രാൻസോ ഇതിൽ നിന്ന് മാറിയാൽ രക്ഷാസമിതിയിൽ പലസ്തീന് പിന്തുണയുള്ള രാജ്യം വന്നാൽ ബരാക് ഒബാമയുടെ പ്രമേയം എടുത്തിട്ട് ഐക്യരാഷ്ട്ര സംഘടന പറയും യെരൂശലേം ഇസ്ലാം സഹോദരങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതാ വരാൻ പോകുന്ന അന്തിമ യുദ്ധം. കരമുയർത്തുന്നവർക്കായി നിന്നെ മേയ്ക്കുന്നവരെ കൊടുങ്കാറ്റ് മേയ്ക്കും. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. സ്വോത്രം. ഇന്ന് 7 രാജ്യങ്ങളെ കാട്ടാക്കി അടിക്കുന്നവൻ നിലവിളിക്കാൻ പോവുക. അതാ ഞങ്ങളുടെ പ്രസംഗം. വായിച്ചാട്ട് മോളെ, അന്ന് ഇവരെല്ലാം ഒരുമിക്ക് വീണുപോയ ഇസ്മായിലെ കൂടാരം. അടുത്ത വായിച്ചാട്ട് മക്കളെ. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം. ഇന്ന് ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അടി നിർത്താൻ എത്ര വർഷം കൊണ്ട് എല്ലാവരും പറയുന്നത് കേൾക്കുന്നില്ല. അപ്പോൾ നീ അത്രയും ദുഷ്ടത നിമിത്തം ലജ്ജിച്ചമ്പരന്നു പോകും. ഇന്ന് ലോക രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവും കൂട്ടരും നിലവിളിക്കാൻ തുടങ്ങുക, ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അപ്പോൾ എന്ത് ചെയ്യും? റഷ്യയും അറബ് രാഷ്ട്രങ്ങളും ചേർന്ന് UN പ്രമേയം ഏറ്റെടുക്കും. ചെറുപ്പക്കാരെല്ലാം കേട്ടോണം, UN പാസ്സാക്കും, ഇസ്രായേൽ വിട്ടുകൊടുക്കത്തില്ല. പക്ഷേ UN പ്രമേയം ഏറ്റെടുത്ത് മേധാവിയാകുന്ന റഷ്യ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളുമായി ചേർന്ന് യെരൂശലേമിന്റെ നേരെ വരും. 4ാമത്തെ പ്രവചനം, ജാതികൾ നിനക്കെതിരെ വിരോധമായി കൂടി വരും, യഹൂദനല്ലാത്ത സകലരും. വായിച്ചാട്ട് മോളെ, വായിക്കാം അതിന്റെ പ്രവചനം. എസെക്കിയേൽ 38, 15, 16. ബൈബിൾ എടുത്താട്ട് ഈ പ്രസംഗം ഇനി അടുത്തടുത്ത് പ്രസംഗിക്കത്തില്ല. വായിക്കാം. റഷ്യയും നിന്നോട് കൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. അതാ ഇന്നത്തെ സിറിയ കത്തുന്ന ഗോലാൻ കുന്ന് കണ്ടില്ലേ? ഗോലാൻ കുന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത് വെച്ചിരിക്കുക. അവര് കൊടുക്കുന്നില്ല. അടി അതിനാ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗോലാങ്കുന്നിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന സ്വോത്രം. ഇന്നത്തെ പത്രവാർത്ത നോക്കിയാൽ മതി. എന്നിട്ട് ബൈബിളും എടുത്തു. വടക്കേ അറ്റത്ത് നിന്ന് വായിച്ചാട്ട് മോളെ, ദേശത്തെ മറയ്ക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. കരമുയർത്തുന്നവർക്കായി ഇതാ അന്തിമ യുദ്ധം. എന്റെ ജനമായി ഇസ്രായേലിന് നേരെ വരും. എത്ര ക്ലിയറായി! ദേശത്തെ മറയ്ക്കേണ്ടതിന് മേഘം. ഈ ഭാഗം നിർത്തണം. എന്താ മേഘം? കാർമേഘവും മിന്നലുള്ള മേഘമല്ല. കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്താട്ടെ. PSC പരീക്ഷ കേട്ടിട്ട് TTET എഴുതി 1903 യുദ്ധവിമാനം കണ്ടുപിടിച്ചത് ആരാ? അമേരിക്കയിൽ 2 ചെറുപ്പക്കാർ, ഇർബീൽ ഓർബീൽ റൈറ്റ് സഹോദരന്മാരാ. അതുകൊണ്ട് ഏതാ മേഘം? ശംഖുമുഖ തേർഷം ഉണ്ടായിരുന്നു. അടുത്ത ജനുവരിയിലുണ്ട്. അവിടെ
ചാരവിമാനം. ഈ വിമാനത്തിൻ്റെ കളർ നോക്കണം. എയർഫോഴ്സിൻ്റെ നേവിയുടെ വിമാനത്തിൻ്റെ കളർ ചാര കളറ്. എയർ ഇന്ത്യ വെള്ള, എമിറേറ്റ്സ് പച്ചയോ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പച്ച, ഇൻഡിഗോ നീല, വിസ്താര ചന്ദന കളർ. പക്ഷേ മേഘം യുദ്ധവിമാനം മുഴുവൻ ചാര കളറാ. സ്വോത്രം. അതാ ഞങ്ങളുടെ ബൈബിളിൻ്റെ തനിമ. അമ്മമ്മേ, ഹെർക്കുലിസുകാരൊരു സൈക്കിൾ കണ്ടുപിടിച്ചിട്ടില്ല, അറ്റ്ലസുകാരൊരു ഹാൻഡിൽ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ 2600 കൊല്ലം മുമ്പ് കേബാർ നദീതീരത്ത് ഒരപ്പച്ചൻ ഇരുന്നപ്പോൾ സ്വർഗം പറഞ്ഞു, റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് യുദ്ധവിമാനം. കരമുയർത്തുന്നവർക്കായി ഇതാ വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? സ്തോത്രം. ഇന്ന് രാത്രി മനസ്സിലാക്കിയാട്ടെ. സ്തോത്രം. അടുത്ത വാക്കൂടെ മോൾ വായിച്ചാട്ടെ. ഗോഗേ, റഷ്യയെ അന്ത്യകാലത്ത് ജാതികൾ കാണുക ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ ഈ ജനം അറിയും. ഈ ജനം ഇസ്രായേൽ അറിയാൻ പോകുന്നു. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അവർ എന്നെ അറിയേണ്ടതിന്, ഇസ്രായേൽ ജനം എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരുത്തും. എന്റെ ദേശം ഇന്ത്യ അല്ല, അമേരിക്ക അല്ല, അബ്രഹാം കാൽ ചവിട്ടിയ ദേശത്ത് റഷ്യയെ കൊണ്ടുവരും. കരമുയർത്തുന്നവർക്കായി. അതാ വാഗ്ദത്ത കനാൻ 22,160 കിലോമീറ്റർ. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം എവിടെ നടക്കും? ബൈബിളുള്ളവരെല്ലാം എടുത്താട്ടെ. എല്ലാ അറബ് രാജ്യങ്ങളും ഇന്ന് ഇസ്രായേലിനോട് ചായ കുടിക്കുന്ന എല്ലാം തിരിയുമെന്ന് ജാതികൾ. യോവേലിന്റെ പ്രവചനം 3-ാം അധ്യായം 9-11 വാക്യങ്ങൾ മോളെ കറക്റ്റായിട്ട് വായിച്ചാട്ടെ. ദൈവമക്കൾ കേട്ടാട്ടെ. യോവേൽ ഇത് ജാതികളുടെ ഇടയിൽ വിളിച്ചു പറവിൻ. ഇത് ജാതികളുടെ UN പറയും. ഒബാമയുടെ പ്രമേയം കൊണ്ടുവന്നിട്ട് റഷ്യയോട് പറയും, അമേരിക്കയെ മാറും, ബ്രിട്ടന് മാറും, പൈസയില്ല, ഇവൻ്റെ ഡോളർ അങ്ങ് വെള്ളത്തിലാവും. പണ്ട് 2000 നോട്ട് നിരോധിച്ചുള്ള പേപ്പർ കറൻസി ആവും. ആ സമയത്ത് ഇത് ജാതികളോട് UN വിളിച്ചു പറയും. അടുത്തത് വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. വിശുദ്ധ യുദ്ധം. എല്ലാവരും കേട്ടോ, ചെറുപ്പക്കാരികളും കേട്ടോ. വിശുദ്ധ യുദ്ധമെന്ന് ഹൈന്ദവൻ പറയത്തില്ല, ക്രൈസ്തവൻ പറയത്തില്ല, ജൈനൻ പറയത്തില്ല, ബുദ്ധൻ പറയത്തില്ല. ആര് പറയുമെന്നറിയാമോ? അതാ ജിഹാദ് പറയുന്നത്. ഇസ്ലാമിക സഹോദരങ്ങൾ കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ റഷ്യയുടെ കൂടെ ചേർന്ന് വരും. വിശുദ്ധ യുദ്ധത്തിനായി ഒരുങ്ങുകയും. ജാതികൾ എവിടെ വരും? വായിച്ചിട്ട് മോളെ. വീരന്മാരെ ഉദ്യോഗിപ്പിപ്പിൻ. അടുത്ത 11-ാമത്തെ വാക്യം. ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ. ഇസ്രായേലിന് ചുറ്റും കുറെ കിടക്കുക. ഇന്നത്തെ ലെബനോൻ ഉണ്ട്, സിറിയ ഉണ്ട്, ജോർദാൻ ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്, അൾജീരിയ ഉണ്ട്, ടുണീഷ്യ ഉണ്ട്. ചുറ്റുമുള്ളതെല്ലാം ഇസ്മായിലിന്റെ കൂടാരങ്ങൾ, ഏശാവിന്റെ മക്കൾ, ഇറാൻ, ഇറാഖ് എല്ലാം അവന്റെ നേരെ എഴുന്നേറ്റ് വരും. അതാ അന്തിമ യുദ്ധം. അടുത്ത വാക്ക് വായിക്കാം. ബന്ധപ്പെട്ട് വന്നുകൂടുവിൻ. എവിടെ? യഹോവ. വായിച്ചാട്ട് മോളെ. അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറക്കുമാറാകട്ടെ. അടുത്ത വാക്ക്. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. കരമുയർത്തുന്നവർക്കായി യെരൂശലേമിനോട് ചേർന്ന് കിടക്കുന്ന താഴ്വര യഹോശാഫാത്ത് താഴ്വര. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞു, യഹൂദൻ നിലവിളിക്കും. അടുത്ത ഒരു പ്രവചനം കൂടെ വായിച്ചാട്ട്. ലൂക്കോസ് 21-20-21 വാക്യങ്ങൾ. ബൈബിൾ ഉള്ളവരെല്ലാം എടുത്താട്ട്. യെരൂശലേം കരയാൻ കാലമായി, ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരുന്നു. വായിക്കാം. ലൂക്കോസ് 21-20-21. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നത്. യേശു പറഞ്ഞു, സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തു. അടുത്ത വാക്ക്. അന്ന് യഹൂദിയയിലുള്ളവർ. ഇന്ന് ബെഞ്ചമിൻ നെതന്യാഹു വെല്ലുവിളിക്കുക, യഹൂദിയയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. അതുകൊണ്ടാ യേശു പറഞ്ഞത്, യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ചു കാക്കുക. എനിക്ക് മനസ്സായിരുന്നു. കരമുയർത്തുന്നവർക്കായി നിങ്ങൾക്കോ മനസ്സായിരുന്നില്ല. സകല യഹൂദന്മാരെ നിലവിളിക്കുന്ന ഒരു കാലം വരാറായി. പത്രം TV വായിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പറയണം, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ സംഭവങ്ങൾ നാഥന്റെ വരവിനെ വിളിച്ചു കാണിക്കുന്നു. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കള്ളിമൂടെ രാത്രി കഴിവാറായി, നീതി സൂര്യൻ വെളിപ്പെടാറായി. ഇന്ന് രാത്രി നമ്പർ 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്, 4 ജാതികൾ വിരോധമായി കൂടി വരും. 3 ഭാഗം കൂടെ വായിക്കുമ്പോൾ ഇടവേള, പിന്നെ 10 മിനിറ്റ് മതി. അങ്ങനെയെങ്കിൽ യവനൊരു രക്ഷയില്ല. ആരാ ഇസ്രായേൽ? 22,160 കിലോമീറ്റർ. സ്വോത്രം. പിന്നെ ഇന്ത്യയിൽ നിന്നൊരു വിമാനം തിരുവനന്തപുരത്ത് നിന്ന് പോണേ 6.25 മണിക്കൂർ വേണം. അമേരിക്കയിൽ നിന്ന് 8 മണിക്കൂർ വേണം. അവൻ്റെ കയ്യാലപ്പുറത്തെല്ലാം കിടക്കുക. ജോർദാനും ഈജിപ്റ്റും സിറിയ എല്ലാം കിടക്കുക. ഇന്ന് റഷ്യയുടെ 2000 ഫൈറ്റർ, അറബ് ലീഗിൻ്റെ വിമാനം കൂടെ വന്നാൽ ഇവൻ്റെ അയൺഡോമും അനങ്ങത്തില്ല, ഇവൻ്റെ പ്ലെയിനും അനങ്ങത്തില്ല. സ്തോത്രം. അന്നവനൊരു രക്ഷയില്ല.
അന്നൊരു സംഭവം നടക്കും. സക്കറിയ പ്രവചനം 12:9-10. ബൈബിൾ എടുത്താട്ടെ. സക്കറിയ പ്രവചനം 12:9-10. അന്നാളിൽ ഞാൻ യെരൂശലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെ നശിപ്പിപ്പാൻ നോക്കും. കിടക്കുന്ന കർത്താവ് യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ എല്ലാ ബൈബിളും എടുത്താട്ട്. അന്ന് കർത്താവ് യുദ്ധ ദിവസത്തിൽ യെരൂശലേമിനെതിരെ വരുന്ന ജാതികൾ ഞാൻ ശിക്ഷിപ്പാൻ നോക്കും. അടുത്ത വാക്ക്, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും. ഇന്ന് വലിയ ലോകത്തിലെ ടെക്നോളജി, മൊബൈലും ഇന്റർനെറ്റും എല്ലാവന്റെ കയ്യിലിരിക്കുക. സകല ടെക്നോളജി ഉള്ളവൻ കരയൂ എന്ന് കേട്ടോ. അടുത്ത വായിച്ചാട്ടെ. യെരൂശലേം നിവാസികളുടെ മേലും, യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. അവന്മാർ ഉപവസിക്കുമെന്ന് ഈരാലുമൂട് സഭ ഉപവസിക്കുന്ന പോലെ കരയോന്ന് യഹൂദന്റെ കുടിൽ നിലവിളി. വായിച്ചാട്ടെ. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. കരമുയർത്തണം. തങ്ങൾ കുത്തിയിട്ടുള്ള മങ്കലേക്ക് അവർ നോക്കും. മനസ്സിലാകുന്നവർക്ക് പീലാത്തോസിന്റെ അരമനയിൽ 2 കൂടുകൾ. 1 ബറബാസ്, 2 യേശു. യഹൂദ പരീക്ഷകൾ പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. ഇതാ സുവിശേഷ പ്രസംഗം. അവർ കുത്തിയിട്ടുള്ളെങ്കിൽ ഇതൊക്കെ അവർ യേശുവിനെ വിളിക്കും. വായിച്ചിട്ടുമുള്ള ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നു. അയ്യോ അയ്യോ യേശുവേ, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങൾ ശാപം വാങ്ങിച്ചതാ. സ്വോത്രം. ഏകജാതനെ ചൊല്ലി വിലപിക്കും. അടുത്തത് സക്കറിയാവിലേക്ക് വരാം. അടുത്തത് അന്നാളിൽ അവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. സക്കറിയ പ്രവചനം 13:1. മോള് വായിച്ചാട്ടെ. ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും. കരമുയർത്തുന്നവർക്കായി സ്വർഗം യുദ്ധം ഏറ്റെടുക്കും. ഈ അന്തിമ യുദ്ധത്തിൽ സ്വർഗത്തിന്റെ കരമിറങ്ങി വരും. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് ആരാ? കരുണയുടെ ദൈവം, ദയയുടെ ദൈവം. പൗലോസ് പറഞ്ഞില്ലേ, ഞാനും എബ്രായരിൽ എബ്രായർ, അവൻ എൻ്റെ ജനത്തെ കൈവിടത്തില്ല. അങ്ങനെയെങ്കിൽ യഹൂദന്റെ നിലവിളിയുടെ മുൻപിൽ അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. ഇന്ന് രാത്രി കണ്ണുനീരിനെ മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം, പ്രാർത്ഥന മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. യഹൂദന്റെ നിലവിളിയുടെ മുൻപിൽ ഇന്ന് രാത്രി ബാക്കി കേൾക്കണം. പഴയ നിയമത്തിന്റെ വിമോചകൻ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചാട്ടെ. പഴയ നിയമത്തിന്റെ വിമോചകൻ ഒരുവനുണ്ടായിരുന്നു, മോശ ജനിക്കുന്നതിന് മുമ്പ് അവർക്കെതിരെ പോരാട്ടം വന്നു. മോശയുടെ അമ്മയും പെങ്ങളും അവനെ വളർത്തി. 3 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞു വളർന്നു. അവന്റെ കരച്ചിൽ കേൾക്കും. കുറേ ദിവസം വീട്ടിനകത്ത് വളർത്തി. ഫറവോന്റെ പട്ടാളക്കാർ വരാൻ സാധ്യതയുണ്ട്. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്കായി ഒരു സുപ്രഭാതത്തിൽ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തിട്ട് പെട്ടകത്തിനകത്ത് നൈൽ നദിക്കകത്ത് കൊണ്ടുവന്നു. സ്വോത്രം. പശയും കീലും തേച്ച് മോശക്കുഞ്ഞുറങ്ങും. അമ്മാമ്മേ, ഇന്ന് രാത്രി എന്താ വചനം മനസ്സിലാകണം. അവനെ വെള്ളത്തിനകത്ത് ഒഴുക്കി വിടുക. അമ്മയെ പെങ്ങളെ വിചാരിച്ച് എവിടെയെങ്കിലും ഓടിക്കോട്ടെന്ന്. സ്വോത്രം. അവസാനം മോശയുടെ പേടകം വെള്ളത്തിനകത്തായി. ഞാങ്ങണപ്പെട്ടി കുലുങ്ങാൻ തുടങ്ങി. കുഞ്ഞുണർന്ന് കരഞ്ഞു. സ്വോത്രം. മുഴുവൻ ഇരുട്ടും വെള്ളമോ. അവന്റെ കരച്ചിൽ എവിടെത്തി? സ്വർഗത്തിന്റെ വാട്സപ്പ് എത്തി. എവിടെ ക്യാമറ ഇറങ്ങി? ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ക്യാമറ ഇറങ്ങി. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഇതാ വചനം. ഫറവോന്റെ പുത്രിയോട് പറഞ്ഞ് പടപടാ കുളിക്കടവിൽ ചെല്ലാ. ഇന്ന് രാത്രി ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ആര് നിനക്കെതിരെ കൽപ്പന എഴുതിയോ അതേ കൊട്ടാരത്തിനകത്ത് നിന്ന് ഫറവോന്റെ പുത്രിയെ സ്വർഗത്തിലെ ദൈവം കുളിക്കടവിൽ അയച്ചെങ്കിൽ ഇന്ന് രാത്രി പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ ഒരു നൈൽ നദിക്ക് കഴിയത്തില്ല. കരമുയർത്തുന്നവർക്കായി സ്വർഗത്തിന് മോശയെ പറ്റി ഒരു പദ്ധതിയുണ്ട്. 40 വർഷം ഫറവോന്റെ കൊട്ടാരം, 40 വർഷം അമ്മായിയപ്പനായി ഇത്രോവിന്റെ ആട്, ഒരു 40 വർഷം ഇസ്രായേൽ ജനത്തെ അവൻ മേയിച്ചിട്ട് അവന്റെ ചുള്ളിവടിക്കകത്ത് അഭിഷേകം ഇറങ്ങുമ്പോൾ ചെങ്കടലിനെ വിഭജിക്കുവാ, സ്വർഗത്തിന്റെ കരമുള്ളവനെ തകർക്കുവാ ഒരു നൈൽ നദിക്കും കഴിയത്തില്ല. കരം ഉയർത്തുന്നവർക്കായി വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ള ശിക്ഷനെ തകർക്കുവാൻ ഒരു തൈറോയിഡിന് കഴിയത്തില്ല. ഇന്ന് രാത്രി പറയണം, എന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ എന്റെ കുടുംബം തകരുവാ, രോഗക്കിടക്കയിൽ കിടക്കുക എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ആരും കരമുയർത്ത്. തിരമാല നിനക്കെതിരെ ആഞ്ഞടിച്ചാലും നിന്റെ പടക് മുങ്ങുമെന്ന് പറഞ്ഞാൽ, മോശ തകരുമെന്ന് ഇസ്രായേൽ പാളയം പറഞ്ഞാലും, പിന്നത്തതിൽ മോശയെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അവന്റെ പേടകത്തെ ചുമക്കുക. ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് പുത്രിയെ അയച്ചെങ്കിൽ എന്റെ ദൈവം വിശ്വസനായ ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഇവിടെ നമ്മുടെ കള്ളിക്കാട് പുഴയുണ്ട്, അല്ലെങ്കിൽ ബ്രായ്മൂട് പുഴയുണ്ട്, മണ്ഡപത്തിൻ കടവിൽ പുഴയുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മക്കൾ ഇവിടെ കുളിക്കാൻ വരുമോ? സഖാവ് പിണറായി വിജയന്റെ മക്കൾ വരുമോ? വരത്തില്ല അമ്മാമേ. ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മക്കൾ വരുമോ? വരത്തില്ല. എന്നാൽ വാഗ്ദത്തമുള്ളവന്റെ നിലവിളി സ്വർഗത്തിലെത്തിയാൽ ഇന്ന് രാത്രി ആരാ നമ്മുടെ ദൈവം? നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് കരമുയർത്തുന്നവർക്ക് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടിയതെല്ലാം ഒരുക്കെങ്കിൽ, സിസ്റ്റർ ഇന്ന് രാത്രി കരമുയർത്ത്. ഇരിക്കുന്നത് അറിയുന്ന ദൈവ, സഹോദര എടുക്കി നിൽക്കുന്ന അറിയുന്ന ദൈവ, ദൂരത്ത് നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിച്ചാക്കിയ ദൈവ,
ഇന്ന് രാത്രി ആകാശത്ത് കയറിയാലും അവന്റെ കരം നിന്നെ തേടിയെത്ത്. കരമുയർത്തുന്നവർക്ക് കീഴെ പാതാളത്തിൽ കിടക്ക ഭരിച്ചാലും അവന്റെ കരം നിന്നെ തേടിയെത്ത്. ഈരാലുമൂട്ടി പറ ഭൂകമ്പം വരട്ടെ, നിന്റെ വീട് വീഴുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. കീഴെ ശാശ്വത ഭുജങ്ങൾ വെച്ചവനാ സ്വർഗത്തിലെ ദൈവം. ആകാശത്തിൽ നിന്ന് ഉൾക്ക വീഴട്ടെ. കരമുയർത്തി പറ, ഇയ്യോബിന്റെ ഭവനത്തെ വേലി കെട്ടി കാത്ത ദൈവം എന്നെ കാക്ക്. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്ക് ദുഷ്ടപിശാച് നടുങ്ങട്ടെ. നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും. വചനമെടുത്ത് ഏതായാലും അന്ന് എന്നോട് അടുത്തു പെടുകയില്ല. ഇന്ന് രാത്രി പറ, സിംഹത്തിന്മേലും മണലിമേലും ഞാൻ ചവിട്ട്, പെരുമ്പാമ്പിനെയും മെതിച്ചു കളയും. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വാസത്തോടെ കരമുയർത്തമാമേ. ബാലസിംഹങ്ങൾ വിര കിട്ടാതെ വിശന്നിരിക്കും. കരമുയർത്തുന്നവർക്ക്, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ദുഷ്ടപിശാച് നടുങ്ങട്ടെ. സാഹചര്യം നോക്കിയല്ല, കഷ്ടത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും ഇന്ന് ഞാൻ ഒരുവനെ വാഴ്ത്ത്. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തുക. ഇന്ന് രാത്രി മോശയ്ക്ക് വേണ്ടി ഒരു കരമിറങ്ങിയെങ്കിൽ അന്ന് യഹൂദൻ്റെ കണ്ണുനീരിനകത്തൊരു കരമിറങ്ങും. അതാ അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. ഒന്നാമത്തെ ഇടവേളയിലേക്ക് എല്ലാവരും കേൾക്കണം. ഇനി വായിക്കണം. ശെഖര്യാ പ്രവചനം 14:4-5. പിന്നെ സ്വത്രാഴ്ച 10 മിനിറ്റ് മതി. ഈ ഒരു പോക്ക് ദൈവകൃപയാൽ പോയെങ്കിൽ എനിക്ക് എത്താൻ പറ്റൂ. മോള് വായിച്ചാട്ടെ ഈ വാക്യം. അവന്റെ കാൽ യെരൂശലേമിനെതിരെ, അവനാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ദാ കിടക്കുന്ന ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഞങ്ങൾ പാട്ട് പാടത്തില്ലേ ബദേലുകാര്? കഴിഞ്ഞ ദിവസം ഒന്നാമത്തെ രാത്രി ഓൺലൈനിൽ കിടപ്പുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ ഇവിടെ പാടി, ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ വരാറായി. ആര് കേട്ട്? സ്വോത്രം. ഇപ്പം നമ്മൾ ചട്ടി മാറും, കൊട്ട മാറും, കലം മാറും. സ്വോത്രം. പെന്തിക്കോസുകാർ ഓഫർ കേട്ടുകൊണ്ടിരിക്കുക. സ്വോത്രം. ഒന്നാമത്തെ രാത്രി ലൈവ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ പാടിയത് അജിയുടെയിലും കനാലിലും കിടപ്പുണ്ട്. ഞങ്ങളിവിടെ കട്ടൻ ചായ കുടിച്ചപ്പം കേട്ടുകൊണ്ടിരുന്ന എൻ പ്രിയ രക്ഷകൻ. അത് കഴിഞ്ഞിട്ട് ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, പ്രാണപ്രിയൻ വരാറായി. പെന്തിക്കോസ് ആ പാട്ടൊക്കെ ഉണ്ടോ? സന്തോഷമില്ലല്ലോ. നെടുങ്ങാടപ്പള്ളി ഈ അടുത്ത സമയത്ത് IPCയുടെ ഒരു കൺവെൻഷന് പോയി. ശോഭൻദാസ് പാസ്റ്റർ കേൾക്കണം, ദൈവമായിട്ട് കൊണ്ടുവന്ന ഇത് കേൾക്കാൻ വേണ്ടി കൊണ്ടുവന്ന സ്വോത്രം. അവിടെ ഇരിക്കട്ടെ. അന്ന് അവസാനം പാടി എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനായി യെരൂശലേം തെരുവീതിയിലൂടെ. ഒരു 80-75 വയസ്സുള്ള അപ്പച്ചൻ യോഗം കഴിഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ വിചാരിച്ച് മിക്കവാറും തീരുമെന്ന്. സ്വോത്രം. നല്ല വെയിറ്റുള്ള അപ്പച്ചൻ പറയും, 20 വർഷത്തിന് ശേഷം മക്കളെ ഇന്ന് ആദ്യമായിട്ടാണ് ഈ പാട്ട് കേട്ട് എന്തോ വേണമെന്ന്. സ്വോത്രം. 20 വർഷത്തിന് ശേഷം എൻ പ്രിയ രക്ഷകൻ. സ്വോത്രം. അപ്പച്ചൻ പറയാ പൈസ വേണം, എന്തോ വേണമെന്ന്. സ്വോത്രം. നല്ല കനം കൂടിയ ഒരു അപ്പച്ചൻ കർത്താവായിട്ടാണ് കൊണ്ടുവന്നത്. ഇന്ന് നമ്മുടെ പാട്ടെല്ലാം ചട്ടി മാറും, കൊട്ട മാറും, കലം മാറും. സ്വോത്രം. എല്ലാത്തിനെയും ദൈവം ശരിയാക്കും. സ്വോത്രം. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ പാടുന്ന ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞ് പ്രാണപ്രിയൻ വരാറായി. ദാണ്ട് ഇന്ന് രാത്രി അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. പ്രസംഗം. അടുത്ത വാക്ക് ഒലിവുമല ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. റിഫ്റ്റ് വാലി. ഇവിടെ ഒരു 2 മിനിറ്റ് എല്ലാവരും കേൾക്കണം. ഇടവേളയിലേക്ക് പോവാ. ഒരു സംഭവം പറയുമ്പോൾ അവസാനിപ്പിക്കും. ഇടവേളയിൽ കേട്ടോ. 2009. എല്ലാ ചെറുപ്പക്കാരും കേൾക്കണം. നിങ്ങൾക്ക് വേണ്ടിയാ മക്കളെ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാ. ലെറ്റ് ദ ടൈം വി വിൽ അപ്രീഷിയേറ്റ് ദീസ് പേഴ്സൺസ്. നിങ്ങൾ ഇന്ന് രാത്രി ഞാൻ അഭിനന്ദിക്കുക. ഈ വചനം നിങ്ങൾ കേൾക്കണം. ഒലിവുമലയുടെ പ്രത്യേകത എല്ലാവരും കേൾക്കണം. ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന ഒലിവുമലയിൽ ഇന്ന് വലിയൊരു ഹോട്ടൽ സംശയമുണ്ട്. അതിൻ്റെ പേരാ ഏറ്റവും 7 ആർച്ച് റിസോർട്ട്. നമ്മുടെ നമ്മുടെ നെയ്യാർ റിസോർട്ട് പോലെ. അതിൻ്റെ ഇപ്പുറത്ത് ഒരു സ്ഥലം കിട്ടിയായിരുന്നു. 2 ഹോട്ടൽ കമ്പനികൾ വളരെ സാവധാനത്തിൽ, ഷെറാട്ടൺ ഹിൽട്ടൺ. അവർ ഏറിയൽ ഷാരോൺ 2009. ഈ ഓൺലൈനിൽ പോകുന്നുണ്ട് ഈ വർഷവും പറയുന്നത് 2009. ആൾക്കാർ പ്രസംഗത്തിൻ്റെ കൂടെ ഗൂഗിൾ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുക. സ്വോത്രം. നമ്മൾ കമ്പ്യൂട്ടറിൽ ഇന്നാളൊരു വർഷം തെറ്റിച്ച് പറഞ്ഞാൽ ഒരുത്തം പോസ്റ്റ് ഇട്ട് എനിക്ക് വിവരമില്ലെന്ന്. സ്വോത്രം. അവനോട് ഞാൻ തിരിച്ചു ചോദിച്ചാടാ, നിനക്ക് 2 മണിക്കൂർ പ്രസംഗിക്കാമെങ്കിൽ 10,000 ഞാൻ തരാമെന്ന് പറഞ്ഞു. സ്വോത്രം. ഒരു വർഷം എല്ലാം നമ്മൾ കമ്പ്യൂട്ടറാണെന്നോ ശോഭൻദാസ് പാസ്റ്ററെ. ഈ തലയിൽ എത്ര ഓടിച്ചു വെക്കേണ്ട കാര്യം. ഒരു വർഷം തെറ്റിയാൻ എനിക്കെതിരെ പോസ്റ്റ് ഇട്ടു. സ്വോത്രം. CSIക്കാരല്ല, പെന്തിക്കോസുകാർ. സ്വോത്രം. CSIക്കാരെന്നെ വളരെ മര്യാദയുള്ളവരെ രഹസ്യമായിട്ട് വിളിക്കും. പാസ്റ്ററെ പറഞ്ഞതൊരു മിസ്റ്റേക്ക് കൊണ്ട് അവർ വളരെ മാന്യതയുള്ളവരാ. സ്വോത്രം. പെന്തിക്കോസുകാർ എപ്പോൾ റോക്കറ്റ് വിടുമെന്ന് നോക്കിയ. സ്വോത്രം. അങ്ങനെയെങ്കിൽ 2009 ഏറിയൽ ഷാരോൺ ഇസ്രായേലിലെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ 2 ഹോട്ടൽ ഷെറാട്ടണും ഹിൽട്ടണും വന്നു. അവർ പറഞ്ഞ് 99 വർഷം ലീസ്. നമ്മുടെ കൊച്ചി കിൻഫ്ര പാർക്ക്, ദുബായ് സ്മാർട്ട് സിറ്റി കൊടുത്തോല് അവർ പണി തുടങ്ങിയിട്ട് ഭൂമി കുഴിച്ചു. വെള്ളറുടെ കെട്ടിടം വെക്കാൻ ആശാരി, JCB, ടിപ്പറും ഒക്കെ മതി. പക്ഷേ കാട്ടാക്കട ഒരു ബിൽഡിങ് നെയ്യാറ്റിൻകര വെക്കണമെങ്കിൽ ഭൂമിയുടെ അടി പൈൽ ചെയ്യണം. അതാ ബാലരാമപുരത്തും നെയ്യാറ്റിൻകരയും വരെ രാത്രി ടക്ക് 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 വണ്ടിയുടെ ബോർഡോടെ വെച്ചിട്ടുണ്ട്. വണ്ടി മാറ്റി പാർക്ക് ചെയ്യണം. സ്വോത്രം. അതാ പൈലിങ്. അവർ പൈൽ ചെയ്തപ്പോൾ അമ്മമ്മ ഒരു കാഴ്ച കണ്ട്. ഒലിവുമല 2ആയി പിളർന്നിരിക്കുന്നു. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ കൺസൾട്ടിങ് ഭൂമിയുടെ അടിച്ചൊക്കെ ചെയ്യുന്ന കമ്പനിയുടെ പേര് എഴുതിക്കോണം, ഹാൽക്കറോ. അവർ നമ്മുടെ കാരക്കോണത്ത് വായ്ക്കകത്തൂടെ ദാണ്ട് ഇങ്ങനെ എൻഡോസ്കോപ്പിക്ക് ട്യൂബ് ഇട്ടപ്പോൾ
കണ്ട കാഴ്ച, അതിനകത്ത് മുഴക്കം, ട്യൂബും വലിച്ച് അവർ സ്ഥലം കാലിയാക്കി. 2009 എൻ്റെ അമ്മമ്മേ അവിടെ ഒലിവുമലയും പിളർന്നു, അടിയിൽ മുഴക്കവും തുടങ്ങി. പെന്തിക്കോസുകാർ ഇപ്പോഴും ലോത്തിൻ്റെ ഭാര്യയുടെ കണക്കിരിക്കുക. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇതുവരെ കയ്യടി തുടങ്ങിയിട്ടില്ല. ഒലിവുമല കാന്തൻ്റെ വരവിന് വേണ്ടി റിഫ്റ്റ് വാലി 6000 കിലോമീറ്റർ ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോവുക. എല്ലാവരും കേട്ടോണം. അടുത്ത വാക്കോടുകൂടി ഇളവേല. വായിച്ചാട്ടെ മോള്, വായിച്ചാട്ടെ. മലയുടെ ഒരു പാതി വടക്കോട്ടും ഇറാഖ് തുടങ്ങി, വായിച്ചാട്ടെ. മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. അടുത്തത് എന്നാൽ മലകളുടെ താഴ്വര, മലകളുടെ താഴ്വര ആസൽ വരെ ആസൽ. Which state Asal? The children's. You will keep up this message, the end time message. Asala, സൗത്ത് ആഫ്രിക്കയിലെ മൊസാംബിക്ക് 6000 കിലോമീറ്റർ ഒരു ഭൂകമ്പം ലോകത്തിൽ ഉണ്ടാകാൻ പോവുക. സ്വോത്രം. എവിടാ? ഇറാഖ് മുതൽ സൗത്ത് ആഫ്രിക്ക വരെ. അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ട്. The world is watching a calm, the thunder and striking. That earthquake is passing, starting Iraq. The end is come to മൊസാംബിക്ക്. 6000 കിലോമീറ്റർ ഒരു ഭൂകമ്പം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒന്നാമത്തെ ഇടവേള 5 സംഭവം ഇസ്രയേലിൽ നടക്കും. നമ്പർ 1 സൈന്യങ്ങൾ, 2 റഷ്യ ഇസ്രയേലിനെതിരെ, 3 ആകാശത്തിൽ മുഴുവൻ വിമാനങ്ങൾ, 4 യഹൂദൻ നിലവിളിക്കും, 5 അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും, 6 ഒലിവുമല പിളരും, 7 6000 കിലോമീറ്റർ ഒരു ഭൂകമ്പം ഉണ്ടാകും. ഇതെല്ലാം ഇസ്രയേൽ നടക്കും. മക്കളെ, ഇതെല്ലാം അവിടെ നടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം ഉണ്ടാകും. ആ ഭൂമി അവിടെ കുലുങ്ങുന്നതിന് മുമ്പ് ഇവിടെ കള്ളിമൂട്ടിൽ ഒരു സംഭവം ഉണ്ടാകും. അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തുന്നവർക്കായി പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. കരമുയർത്തുന്നവർക്കായി കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. ട്രംപും എലോൺ മസ്കും മോഡി സാറും ബെഞ്ചമിനെ തന്നെയാവും. അവരൊരുമിക്കുമ്പോൾ ഒരു മൈക്രോ ചിപ്പ് 3 ലോകമകായിത്വം വരാറായി. അതിനു മുമ്പ് തന്റെ ചങ്കില ചോരയ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി.